ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. നമ്മൾ എത്തിയിരിക്കുന്നത് MC ലൈവ് സീസൺ 3 ആയിട്ടാണ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കുറച്ച് ആൾക്കാരുടെ ബേസ് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ചാനൽ പുതിയതായിട്ട് എത്തിയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 2K ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഹെക്സ് ടീമിൻ്റെ ബേസിലാണ്. ഹെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷനഫിലും പിന്നെ അവൻ്റെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ ചേർന്ന് ഇവിടെ ഒരു ക്യാമ്പിംഗ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഏരിയയാണ്. നമ്മളെ ബേസിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങ് പോരുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മാറ്റങ്ങളല്ല, ബേസ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. റോഡ് ടു 2K ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഒരു സ്റ്റോറേജ് ഏരിയ. ഇത് എത്ര കോപ്പർ ഗോളോടാ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, ഇത്രയൊക്കെ വേണോ? ചെറിയ ബ്ലോസത്തിന് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടിയൊക്കെ സ്ട്രിപ്പ് ചെയ്ത് അതിനെ നശിപ്പിച്ച്. ഇവിടെ ഒരു വഴിയുണ്ട്. ഇവിടെ കുറേ തത്ത ഉണ്ടല്ലോ. ഇവിടെ എത്രയും തത്ത എവിടുന്നമാർക്ക്. അടുത്ത് ജംഗിളല്ലേ. നമ്മളെ ബേസിൻ്റെ അടുത്താണ് ഗൈസ്, നമ്മളെ ബേസിൻ്റെ വളരെ വളരെ അടുത്താണ്. എൻ്റെ പൊന്നോ, ഇതെന്തോ ഇത്? പക്ഷെ ഇതെന്താണ് ഒരുമാതിരി, കുഴപ്പമില്ല, ഇങ്ങോട്ടൂടെ വേണമായിരുന്നു. പക്ഷെ അത് എന്തോ പോലെ ആയിപ്പോയി. അല്ലെങ്കിൽ തന്നെ കറക്റ്റ് നടുക്ക് വരണമായിരുന്നു. ഇത് പണിഞ്ഞവൻ്റെ കുഴപ്പമാണ്. ഓക്കെ, ഇവിടെ ബെഡുണ്ട്. ഇതൊക്കെ എന്ത് സെറ്റപ്പാണിത്. ഓക്കെ, ഇവരുടെ ബേസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, പലരും MC ലൈഫിൽ കയറുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ലൈക്ക് തന്ന് വിടുന്നതാണ്, റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് ലിസ്റ്റ് ക്ലോസ് ആണ് ഗൈസ്. വൈറ്റ് ലിസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ ഡിസ്കോഡിൽ ജോയിൻ ചെയ്താൽ മതി. ഡിസ്കോഡിൽ എന്തായാലും അതിൻ്റെ അറിയിപ്പ് കിട്ടും. ഓക്കെ, വൈറ്റ് ലിസ്റ്റൊക്കെ നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട്. ഇതിൻ്റെ നെതർ ഇപ്പോൾ ഓപ്പൺ ആകും. നെതർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വൈറ്റ് ലിസ്റ്റ് ഓപ്പൺ ആക്കും. എല്ലാവർക്കും അവസരം തരും നമ്മൾ. ഇതൊരു അഡർനോസ് സെർവറാണ് ഗൈസ്. നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് പെയ്ഡ് ഹോസ്റ്റിനകത്തോട്ട് ഇടാൻ നോക്കിയെങ്കിലും ബെഡ് റോക്കിനകത്ത് കയറാൻ പറ്റാത്ത ചെറിയ ബഗ്ഗൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതെടുത്ത് മാറ്റി. ഓക്കെ, അതുകൊണ്ട് നമുക്കിപ്പം ഇതിനകത്തുള്ള പ്ലെയേഴ്സിനും എല്ലാവർക്കും ഇത് തന്നെ ധാരാളമാണ്. അഡർനോസ് തന്നെ മതി. അതുകൊണ്ട് തന്നെ പിന്നെ അഡർനോസ് തന്നെ നമ്മളങ്ങ് ഒതുങ്ങി. ഇത് നമ്മൾ അച്ചു എന്ന് പറയുന്ന ഒരു ബ്രോയുടെ ബേസാണ്. നേരത്തെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. ഓക്കെ, അത്രയുള്ള പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഒരു സ്റ്റോറേജ് ഏരിയ, ഒരു ഫർണസ് വെച്ചിട്ടുണ്ട്, കുറച്ച് ഒരു ബെഡ് സെറ്റ്, തീർന്നു. ഈ ബേസൊക്കെ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എൻജാൻറ്റിങ് ഏരിയയൊക്കെ വെച്ച് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര പേരടാ ഇവിടെ? കുറേ പേരുണ്ടല്ലേ, കുറേ വീടുണ്ട്. നമ്മളെ ടീമിൽ ആകെ 3 പേരേ ഉള്ളൂ. നമ്മളെ ടീമല്ല, നമ്മളെ ക്യാമ്പിങ് ഏരിയയിൽ. പക്ഷേ ഇതേവരെ ഞാൻ മാത്രമേ വീട് പണിഞ്ഞിട്ടുള്ളൂ. GTക്കൊന്നും ടൈമില്ലാത്തതുകൊണ്ടാണ്. കോഴിയെ പിന്നെ കാണാൻ പോലും ഇല്ല, അതുകൊണ്ട്. ഓക്കെ, കോഴി പിന്നെ ടൈം ഉണ്ടെങ്കിലും കയറില്ല, അത് വേറൊരു കാര്യം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാരെ ബേസെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും കൊള്ളാം. ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, ഞാൻ മുമ്പ് എപ്പോഴോ പണിഞ്ഞിട്ടുള്ള ഒരു സംഭവം. വീഡിയോയ്ക്കകത്തൊന്നുമല്ല, അല്ലാതെ ഏതോ ഒരു സെർവർ പണിഞ്ഞിട്ടുണ്ട്. ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് കണ്ടിട്ട് അതാണൊക്കെ തോന്നി. അപ്പം എൻ്റെ ആ പണ്ടത്തെ മൈൻഡ് സെറ്റ്, ഈ വീട്ടിൽ തന്നെ നമ്മൾ നേരത്തെ വന്ന്, നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ ഇങ്ങോട്ട് വന്നു. എടാ ഇതെല്ലാം ഇവിടെ അടുത്താടാ. ഇത് എത്ര പേരടാ ഒരു ക്യാമ്പിൽ? ഡേയ്, ഇതാ പറഞ്ഞിട്ടുള്ളതാ, ലിമിറ്റ് 3 പേരെ പാടുള്ളത്. ഇവന്മാരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ കുഴപ്പമില്ല. പിന്നെ ഇവരെല്ലാം ആക്റ്റീവായ ആൾക്കാരായിട്ട് നമ്മളധികം ഒന്നും പറയത്തില്ല, കുഴപ്പമില്ല. ഇനി വരുന്നവരെങ്കിലും ഈ ടീമിൽ ഒന്ന് കയറരുത്. ഇനി കയറി കഴിഞ്ഞാൽ ഞാൻ അടിച്ച് വെളിയിൽ കളയും. ഓക്കെ, അപ്പോൾ ഇതാണൊരു സ്റ്റോറേജ് ഏരിയ. ഇതൊരു സ്റ്റോറേജ് സെറ്റപ്പാണ്, സംഭവമൊക്കെ സെറ്റപ്പാണ്. ഇത് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ ബേസാണ്, വാൾട്ടറിൻ്റെ ബേസാണ്. ഓക്കെ, വാൾട്ടറിൻ്റെ ബേസാണ്. നേരത്തെ സ്ക്രീൻഷോട്ട് കണ്ടിരുന്നു, വാൾട്ടറിൻ്റെ ബേസാണ്. ഓക്കെ, പുറത്തിറങ്ങാൻ പറ്റാത്ത എന്താ, പുറത്തിറങ്ങിയൊക്കെ. ഇത് കൊള്ളാം കേട്ടോ, ഇത് സംഭവം കിടു സാധനം. ഈ ബാമ്പു ഒക്കെ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നല്ല എസ്തെറ്റിക് ആയിട്ട് ബിൽഡ് ചെയ്യത്തുള്ളൂ, ഏകദേശം എൻ്റെ ടൈപ്പാണ്. അതുകൊണ്ട് എനിക്ക് ആ ബേസ് ഇഷ്ടം. ഇത് തീർന്നില്ല, ഇത് കുറേ ഉണ്ടല്ല. ഇതാരെ വീടിനി?
ഇതൊക്കെ ആരെ വീടാ എന്തോ. ഇവിടെ നമ്മളിവിടെ ഒരു വീട് പണിയാൻ പാടുപെടുന്നു. ഇതവരെല്ലാം ഇൻഡിവിജ്വലായിട്ട് പണിയുന്നതാണ്, ഓരോരുത്തർ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി പണിയുന്ന. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പരിപാടികളൊക്കെ നടക്കും. GT ആണെങ്കിൽ കുറേ ഫാം ഉണ്ടാക്കാനാണ് അതിൻ്റെ പിറക്കെ നടക്കുകയാണ്, വീടുണ്ടാക്കാതെ. GTക്ക് ഇനിയിപ്പോൾ ഞാൻ വീടുണ്ടാക്കി കൊടുക്കേണ്ടി വരും. അത് സീനില്ല, ഞാൻ സെറ്റ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ സുധിയണ്ണൻ്റെ ഫാം ആക്കാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു, പക്ഷെ ഒത്തില്ല. നമ്മളെ ആക്ഷൻ ആൻഡ് സ്റ്റഫ് ലെറ്റ്സ് പ്ലേയിലൊക്കെ നമ്മൾ പണിഞ്ഞിട്ടുണ്ട്, സുധിയണ്ണൻ ഇൻസ്പയർ ചെയ്തിട്ട്. അവന്മാർ അത് കണക്ക് പണിയാൻ നോക്കിയതാ, പക്ഷെ ഒത്തില്ല. ഇതെന്തൊരു സാധനം? ഇത് അടുത്ത വീട്. എത്ര വീട്? ഇത് മറ്റേ വീട്. ഓക്കെ, കഴിഞ്ഞ ഞാൻ തിരിച്ച് കറങ്ങി വന്നു. ഓക്കെ, ഞാൻ അങ്ങോട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ഇനി ഇങ്ങോട്ട് വരാം. ഇതാരെ വീടെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ എഴുതി വെച്ചുകൂടെ? ഇവിടെ കുറേ പേരുണ്ട്, ആരെ വീടൊന്നും അറിയാൻ വയ്യ. ഓക്കെ, ഇതാരെ വീടാണെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും കൊള്ളാം, വീടൊക്കെ കൊള്ളാം, എല്ലാ വീടും കൊള്ളാം. എനിക്ക് ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ കുറച്ച് എന്തോ പോലെ വിയേർഡായിട്ട് തോന്നുന്നത്. അത് സീനില്ല. ഓക്കെ, ഇതാരെ വീടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ എന്താ നല്ല രീതിയിൽ ഇവന്മാർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അകത്തോട്ട് കയറുമ്പോഴാണ് കോമഡി. ഈ വിൻഡോ ഒക്കെ പണിഞ്ഞു വെച്ചേക്കുന്ന കണ്ടിട്ട് എന്തോ പോലെ. കുഴപ്പമില്ല. ഇതാരാണ് പണിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഓരോ വീടിൻ്റെ അടുത്ത് ചെല്ലുന്ന അത് വെച്ചിട്ട് ടൈം സ്റ്റാമ്പ് അടിച്ചിട്ട് പറ ആരെയൊക്കെ ബേസാണെന്ന്. 4, 5, 6, 7 പേരുണ്ട്. ഈ സെർവറിലുള്ള പകുതി പേര് ഒറ്റ ടീമാണ്. ഇത് പറഞ്ഞാലും കേൾക്കത്തില്ല അവന്മാർ. പിന്നെ ഞാൻ അങ്ങ് വിട്ട്. ഓക്കെ, ഇങ്ങോട്ടെന്തുവാടേ? ഇവിടെ ഇത്രയല്ലേ ഉള്ളൂ? ഇവിടെ ഇനി വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ എത്ര സംഭവം ഇങ്ങോട്ടുണ്ടായിരുന്നാ? ഓക്കെ, ഇവിടെ എന്ത് സാധനം? ഇതെല്ലാം ഞാൻ പണിഞ്ഞ പാലം, എല്ലാം കോപ്പിയാ, എല്ലാവരും കോപ്പിയാ. ഓക്കെ, കുഴപ്പമില്ല, പിള്ളേർ കളിക്കട്ടെ. എന്തായാലും പണിയിട്ട്. ഇവിടെ എന്തായാലും സെറ്റപ്പ്. ഇവിടെ ഈ സ്പ്രൂസ് വെച്ചേക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇൻഡസ്ട്രിയൽ ഐലൻഡ് ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഐലൻഡ് അതാക്കാൻ നോക്കുകയാണ്. അത് ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറ. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കാനുള്ള പ്ലാനാണെന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. ഓക്കെ, ഇതെന്ത് സാധനം? ഇതെന്താ അയൺ ഫാം വല്ലതും പണിയാൻ നോക്കിയാണോ നീ? ഇതെന്ത് തേങ്ങ? വുഡ് വെച്ച് അയൺ ഫാം ഉണ്ടാക്കത്തില്ലല്ലേ? ഞാൻ പൊട്ടം തന്നെ. എന്ത് ചെയ്യും? യവന്മാരായതുകൊണ്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വുഡ് വെച്ചും പണിയും. അതുകൊണ്ട് കുറച്ച് പൊട്ടത്തരമായിട്ടൊക്കെ ചിന്തിക്കണം. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു കൈസ് ഇവിടെ. പക്ഷേ ഇത്രയും പേരുണ്ടായിട്ട് അവർ വലുതായിട്ടൊന്നും അധികം സെറ്റാക്കിയൊന്നും എടുത്തിട്ടില്ല. എന്തായാലും വീടൊക്കെ കൊള്ളാം. പക്ഷേ ഈ ഒരു വീടിൻ്റെ കാര്യം, ഈ വീടിൻ്റെ ഉടമസ്ഥൻ ആരായാലും എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് തുറന്നു പറയുകയാണ്, മുഖത്തടിച്ച പോലെ തുറന്നു പറയുകയാണ്. എനിക്ക് ഈ വീട് ഇഷ്ടമായില്ല. ഈ വീട് എന്തോ പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇത് നടുക്കായിട്ട് പണിയണമായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ പൊളിച്ച് പണിയൊന്നും വേണ്ട, എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഹെക്സിൻ്റെ ബേസ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. നമ്മുടെ ബേസ് കാണണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നോക്കിയാൽ മതി, സെക്കൻഡ് എപ്പിസോഡ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളെ ബേസ് കാണാൻ പറ്റും. നമ്മളവിടെ ഒരു വീട് പണിഞ്ഞിരുന്നു, പ്രത്യേകിച്ച് പിന്നെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, ആരും മരുന്നൊന്നും പണിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ മറ്റേ കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്, ഇറ്റ് ഈസ് സൈനിങ് ഓഫ്. ബൈ.